ഹായ് everyone, this is Jabin from എവിക്ക. നമ്മുടെ ഇന്നത്തെ ആപ്പിൾ ന്യൂസിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലാസ്റ്റ് വീക്കിൽ നടന്ന എല്ലാ പുതിയ ആപ്പിളിൻ്റെ അപ്ഡേറ്റ്സും ന്യൂസുമാണ്. ഈ ഒരു വീഡിയോയിൽ കുറച്ചധികം എക്സ്ക്ലൂസീവായ ന്യൂസ് ഉണ്ട്. നമുക്ക് എന്തായാലും അതിനെപ്പറ്റി സംസാരിക്കാം. സോ അത് പറയാൻ തൊട്ട് മുമ്പ് നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് ഉറപ്പുവരുത്തുക. എന്നാൽ മാത്രമാണ് റെഗുലർ ആയിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. സോ ദിസ് ഇസ് ജെബിൻ സേവിയ ആൻഡ് വെൽക്കം ബാക്ക് ടു എവിക്ക. ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് ഇത് കുറച്ചധികം എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ന്യൂസ് തന്നെയാണ്. കാരണം iOS 19 വരുമെന്നാണ് ഇത്ര നാൾ നമ്മൾ കരുതിയത്. പക്ഷേ ആ ഒരു പേരിന് ചെറിയൊരു മാറ്റമുണ്ട്. നമുക്ക് കിട്ടിയ ലേറ്റസ്റ്റ് റിപ്പോർട്ട് അനുസരിച്ച് iOS 19 മാറി iOS 26 എന്നുള്ള പേരിലേക്ക് മാറുമെന്ന് റിപ്പോർട്ടുണ്ട്. ഇത് iOS മാത്രമല്ല, കംപ്ലീറ്റ് എല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനും 26 എന്ന് പേര് വരും. കാരണം watchOS 26, macOS 26, iOS 26, iPadOS 26 എന്നിങ്ങനെ എല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും 26 എന്ന് പറഞ്ഞൊരു റീബ്രാൻഡിങ്ങിലേക്ക് ആപ്പിൾ കൊണ്ടുവരുന്നുണ്ട്. ബിക്കോസ് 2026 ആകുമ്പോഴത്തേക്കാണ്, അല്ലെങ്കിൽ 2025-26 എന്നീ പറഞ്ഞ ഇയേഴ്സിൻ്റെ ആ ഒരു നെയിമിൻ്റെ റീബ്രാൻഡിങ് ആണ് കൊടുക്കാൻ പോകുന്ന ഒരു റിപ്പോർട്ട് ഇട്ടുണ്ട്. സോ ആ ഒരു എക്സ്ക്ലൂസീവ് ചേഞ്ച് വരുമെന്ന് നമുക്ക് കരുതുന്നുണ്ട്. ആൻഡ് ഞാൻ നിങ്ങളോട് ഒന്നും കൂടെ പറയാം, നിങ്ങളുടെ ഒരു വിഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഡബ്ഡബിൾ എന്താണ് കാണേണ്ടതെന്ന് നമ്മുടെ വീഡിയോ തൊട്ട് അത് കമൻറ്റ് ചെയ്യുക. ആ ഒരു കമൻറ്റ് ഈ പറഞ്ഞ കൗണ്ട് ഡൗൺ WWDC കൗണ്ട് ഡൗണിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റായിട്ട് ഞാൻ റിലീസ് ചെയ്യുന്നതാണ്. സോ എന്തായാലും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കും ഞാൻ തൊട്ട് താഴത്ത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അടുത്തതും ഈ പറഞ്ഞ iOSനെ ബേസ് ചെയ്ത് ഒരു ന്യൂസാണ്. കാരണം നമ്മൾ കരുതിയത് iOSനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ആപ്പിൾ കൊടുക്കാൻ പോകുന്നത്. പക്ഷെ അങ്ങനെയല്ല, എല്ലാ സോഫ്റ്റ്വെയറും ഇൻക്ലൂഡിങ് വാച്ചിനും TV-ക്കും ഉൾപ്പെടെ ആ ഒരു ഗ്ലാസ് ഫിനിഷ് അല്ലെങ്കിൽ വിഷനോയ്സിൻ്റെ ആ ഒരു ഫിനിഷ് കൊണ്ടുവരുന്നുണ്ട്. ഒരു യൂണിഫോമിറ്റിയാണ് ആപ്പിൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. പേരിൽ ഉൾപ്പെടെ ആ ഒരു 26 എന്ന യൂണിഫോമിറ്റിയും എല്ലാ സോഫ്റ്റ്വെയറിലും ഈ പറഞ്ഞ ലുക്ക് വൈസും സിമിലാരിറ്റീസ് കൊണ്ടുവരാനായിട്ട് ആപ്പിൾ നോക്കുന്നുണ്ട്. അടുത്തൊരു ന്യൂസ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്ക് കിട്ടിയ മാർഗറിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് iOS 19 അല്ലെങ്കിൽ 26-ൽ ഒരു ഡെഡിക്കേറ്റഡ് ആപ്ലിക്കേഷൻ ഉണ്ടാവും ഓൺലി ഫോർ ഗെയിമേഴ്സ്, അല്ലെങ്കിൽ ഗെയിമിങ്ങിന് വേണ്ടി ഒരു ഡെഡിക്കേറ്റഡ് ആപ്ലിക്കേഷൻ മിക്കവാറും ആപ്പിൾ റിലീസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു ഓപ്ഷൻ ആർക്കേഡ് പോലെ ആയിരിക്കില്ല. കുറേയധികം ഗെയിംസും അതോടൊപ്പം കുറേയധികം എന്താ പറയുക ഫണ്ണുമാക്കാൻ വേണ്ടിയാണ് ആപ്പിൾ ഈ ഒരു ആപ്ലിക്കേഷൻ റിലീസ് ചെയ്യാൻ പോകുന്നത്. മോസ്റ്റ്ലി ഫോക്കസ് ചെയ്യാൻ പോകുന്നതും പ്രോപ്പർ ഗെയിമേഴ്സും തന്നെയാണ്. നമുക്കറിയാം എത്ര വലിയ ഗെയിംസ് ഉണ്ടെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ എത്ര വലിയ ഫോൺ ഉണ്ടെന്ന് പറഞ്ഞാലും ഗെയിമേഴ്സ് എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഐഫോണാണ്. ബിക്കോസ് അതിൻ്റെ റേ ട്രേസിങ് ആയാലും അതിൻ്റെ പ്രോസസ്സിങ് ആയാലും എന്തുകൊണ്ടും ഐഫോൺ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ ആപ്പിൾ ഗെയിമിംഗ് സെക്ഷനിലേക്കും കുറച്ച് ഫോക്കസ് കൊടുക്കാൻ പോകുന്നുണ്ടെന്ന് ആ റിപ്പോർട്ട് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. അടുത്ത അപ്ഡേഷൻ, നമ്മുടെ watchOS കംപ്ലീറ്റ് ആയിട്ട് മാറുന്നുണ്ട് ഞാൻ പറഞ്ഞു. ഈ ഒരു watchOSലും കുറച്ച് മേജർ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഒന്ന്, ആപ്പിൾ ഇപ്പോൾ ഓൾറെഡി റിലീസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഓൾറെഡി ആപ്പിൾ പറഞ്ഞിട്ടുണ്ട്, ഇറ്റ്സ് കോൾഡ് ആക്സസിബിലിറ്റി ഫീച്ചർ. ലൈവ് ലിസണിങ്ങും ലൈവ് റെക്കോർഡിങ്ങും ഈ പറയുന്ന വാച്ചിൽ ആപ്പിൾ കൊണ്ടുവരുന്നുണ്ട്. അത് ഓൾറെഡി ആപ്പിൾ തന്നെ ഒഫീഷ്യലി പറഞ്ഞിട്ടുണ്ട്. അടുത്ത വരുന്ന മാറ്റം, ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെ ഇൻ്റഗ്രേഷൻ വാച്ചിലേക്ക് വരും. നമുക്ക് വാച്ചിൽ ഈ പറഞ്ഞ വിജറ്റ്സ് ആക്സസ് ചെയ്യാൻ പറ്റും. ഈ വിജറ്റ് യൂസ് ചെയ്യുമ്പോൾ ഒരു രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള വെതർ ഫോർകാസ്റ്റ്, അതേപോലെ നമ്മുടെ റിമൈൻഡേഴ്സ്, നമ്മുടെ ഫിറ്റ്നസ് ഗോൾസ് എല്ലാം അറിയാൻ പറ്റും. ഈ പറഞ്ഞ വിജറ്റ്സിലേക്കും ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെ ഒരു കടന്നുകയറ്റം മിക്കവാറും ഈ ഒരു watchOSൽ ഉണ്ടാവുമെന്നാണ് കിട്ടിയ റിപ്പോർട്ട്. അടുത്തൊരു ന്യൂസ് എന്ന് പറയുന്നത്, ഇത്രയും നാൾ iPad യൂസേഴ്സ് വാട്സപ്പ് വെബ് ആയിരുന്നു യൂസ് ചെയ്തത്. അതിനൊരു മാറ്റം വരുത്തിക്കൊണ്ട് ഒഫീഷ്യലായിട്ട് വാട്സാപ്പിൻ്റെ ആപ്ലിക്കേഷൻ ഇപ്പോൾ ആപ്പ് സ്റ്റോറിൽ അവൈലബിൾ ആണ്. എല്ലാ iPad യൂസേഴ്സും ആ ഒരു ആപ്ലിക്കേഷൻ വാട്സാപ്പ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാം. കുറേയധികം എന്താ പറയുക ബഗ് ഫ്രീയും അതോടൊപ്പം ഈ പറയുന്ന ഇടക്കിടക്കുള്ള ലോഗിനും അതൊക്കെ മാറ്റി നമുക്ക് ഇനി മുതൽ ആ ഒരു വാട്സാപ്പ് ആപ്പ് ഉപയോഗിച്ചിട്ട് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാം. പിന്നീട് കിട്ടിയ ലീക്ക് എന്ന് പറയുന്നത്, WW25-ൽ നമ്മുടെ മേജർ എക്സിക്യൂട്ടീവ്സ് ഒന്നും ചിലപ്പോൾ കാണില്ല എന്ന് പറയുന്നുണ്ട്. കുറേയധികം ഇവൻറ്റ് ഹോസ്റ്റ് ചെയ്യാൻ നേരം നമ്മൾ കണ്ടിരുന്ന കുറേയധികം എക്സിക്യൂട്ടീവ് ആൾക്കാർ ചിലപ്പോൾ വരില്ല. കാരണം ആപ്പിൾ ഇൻ്റലിജൻസ് കുറച്ചധികം ഫെയിലിയർ ആയിട്ട് പോലെ കണ്ടുകൊണ്ട് അതിന് പറയാനുള്ളൊരു ചമ്പലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞിരുന്നുണ്ട്. ഇത് മാർഗർമെൻ്റ് റിപ്പോർട്ടാണ്. പക്ഷേ ഒരു ഇവൻറ്റ് ഹോസ്റ്റ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ റെപ്രസെൻറ്റേറ്റീവായുള്ള ആൾക്കാർ തന്നെ ആയിരിക്കും സംസാരിക്കാൻ പോകുന്നത്. അതിലെനിക്ക് ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. നിങ്ങളുടെ തോട്ട്സ് ഞാൻ തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യുക. ഇതേപോലെ ആപ്പിൾ അപ്ഡേറ്റ്സ് ന്യൂസ് പറയണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു വീഡിയോയിൽ കുറേ പുതിയ പുതിയ കാര്യങ്ങൾ അറിഞ്ഞു മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് ഓൾ വീഡിയോ. This is Jabin signing from എവിക്ക.